നമസ്കാരം. ബിജെപിക്ക് ആവേശം അതിരുകടക്കുകയാണ്. ബിജെപിക്ക് ശുഭപ്രതീക്ഷ നൽകിക്കൊണ്ട് ആദ്യ മണിക്കൂറുകളിൽ വളരെ പ്രതീക്ഷ നൽകുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വൻ പ്രതീക്ഷ ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് റിപ്പോർട്ട്. തിരുവനന്തപുരത്ത് തരൂരും രാജീവ് ചന്ദ്രശേഖരും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. പോസ്റ്റൽ വോട്ടുകൾക്ക് പിന്നാലെ EVM വോട്ടുകളും എണ്ണിത്തുടങ്ങുമ്പോൾ കേരളത്തിലെ 2 മണ്ഡലങ്ങളിൽ ലീഡ് പിടിച്ചിരിക്കുന്നത് NDA തന്നെ. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ, തൃശൂരിൽ സുരേഷ് ഗോപി എന്നിവർക്കാണ് ലീഡ്. സുരേഷ് ഗോപി 3018 വോട്ടുകളിലാണ് ആധിപത്യം നേടിയെടുത്തിരിക്കുന്നത്. അതേസമയം പോസ്റ്റൽ വോട്ട് എണ്ണി തീർന്നപ്പോൾ NDA സഖ്യം കേവല ഭൂരിപക്ഷം കടന്നിരിക്കുകയാണ്. നിലവിൽ രാജ്യത്തെ 496 സീറ്റുകളിലെ ഫലം മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. BJPയുടെ മൃഗീയമായ മുന്നേറ്റത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ അസ്വസ്ഥരാണ് എന്നതെല്ലാം ഉറപ്പാണ്. നിലവിൽ 300-ൽ മുകളിലേക്കുള്ള സീറ്റുകളിലാണ് NDA ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ സഖ്യമാകെ ലീഡിൽ നിൽക്കുന്നത് 177ഓളം സീറ്റിൽ മാത്രമാണ് എന്നതാണ് റിപ്പോർട്ട്. മറ്റു പാർട്ടികളിൽ 19 പേരാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. നരേന്ദ്രമോദിയുടെ വിശ്വാസമാണ് വമ്പൻ ലീഡിലേക്ക് നയിക്കുന്നതെന്ന് BJP നേതാക്കൾ ഉൾപ്പെടെ പ്രതികരിക്കുന്നു. അമേഠിയിൽ സമൃദ്ധി ഇറാനി ഉൾപ്പെടെ രാജ്യത്തെ BJPയുടെ എല്ലാ പ്രമുഖ നേതാക്കളും മുന്നിലാണ് എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെ. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ വിജയം നേടിയ ഒരു മണ്ഡലമുണ്ട് BJPക്ക് എന്നതാണ് ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. വിജയ പട്ടികയിൽ BJP ആദ്യം ചേർത്ത് വെച്ചിരിക്കുന്ന ആ മണ്ഡലം സൂറത്താണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥി നീലേഷ് കുംഭാണിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിപ്പോയതോടെയാണ് സൂറത്തിൽ BJP സ്ഥാനാർത്ഥി മുകേഷ് ദലാൽ ജയമുറപ്പിച്ചിരിക്കുന്നത്. പത്രിക സമർപ്പിച്ച മറ്റ് സ്ഥാനാർത്ഥികൾ അവ പിൻവലിക്കുകയും ചെയ്തിരുന്നു. പത്രിക തള്ളിപ്പോയതിനെ തുടർന്ന് സൂറത്തിൽ നിന്ന് അപ്രതീക്ഷിതമായ കുംഭാണി 20 ദിവസങ്ങൾക്ക് ശേഷമാണ് തിരിച്ചെത്തിയത്. പിന്താങ്ങിയവരുടെ ഒപ്പുകൾ വ്യാജമാണെന്ന് തെളിഞ്ഞതിനെ തുടർന്നായിരുന്നു കുംഭാണിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിപ്പോയത്. എന്നാൽ ഇക്കാര്യങ്ങൾ തനിക്കറിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നുവെങ്കിലും അതൊക്കെ വോട്ടിനെ വല്ലാത്ത രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. കോൺഗ്രസ് അദ്ദേഹത്തെ 6 വർഷത്തേക്ക് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടെയാണ് ഇത്. BJPയെ സംബന്ധിച്ച് കഴിഞ്ഞ 2 ടേമായി ഫിക്സഡ് ഡിപ്പോസിറ്റ് ആണ് നരേന്ദ്രമോദിയുടെ ഗുജറാത്ത്. 2019-ൽ കോൺഗ്രസും BJPയും മുഖാമുഖം മത്സരിച്ച ഗുജറാത്തിൽ മത്സരിച്ച 26 സീറ്റിലും BJPയാണ് വിജയിച്ചതെന്നത് ശ്രദ്ധേയം. 2014-ലും 26 സീറ്റും BJP തന്നെയാണ് ഗുജറാത്തിൽ നേടിയെടുത്തത്. അതേസമയം കേരളത്തിലെ 3 സീറ്റുകളിൽ എക്സിറ്റ് പോളുകളിൽ വിജയ സാധ്യത BJPക്ക് തന്നെ പ്രവചിക്കുകയും ചെയ്തിട്ടുണ്ട്. തൃശൂർ, തിരുവനന്തപുരം, ആറ്റിങ്ങൽ എന്നീ മണ്ഡലങ്ങളും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം മണ്ഡലങ്ങളും BJPക്ക് പ്രതീക്ഷയേറെ നൽകുന്നതാണ്. നിലവിൽ വോട്ടെണ്ണൽ തുടരുന്ന സാഹചര്യത്തിൽ BJPക്ക് വലിയൊരു പ്രതീക്ഷ തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. BJPക്ക് ഇത്തവണ കേരളത്തിൽ അക്കൗണ്ട് തുറക്കാനാകും എന്ന രീതിയിലാണ് ഇപ്പോൾ വോട്ടെണ്ണലുകൾ പുരോഗമിക്കുന്നത്.